എഴുത്തിൽ ഉദ്ധരണി അഥവാ കൊട്ടേഷൻ മാർക്ക് കൊണ്ട് എന്താണ് പ്രയോജനം? ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യം അതേപടി എഴുതുമ്പോൾ അത് മറ്റൊരാളുടേതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. അത്ര പരിചിതമല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷതയുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയും ഒരു സിംഗിൾ കൊട്ടേഷനിൽ ഉപയോഗിക്കാറുണ്ട്. ആളുകളുടെ സംഭാഷണത്തെയാണ് പലപ്പോഴും രണ്ട് കൊട്ടേഷൻ, അതായത് ഡബിൾ കോട്ടിൽ നമ്മൾ എഴുതി വയ്ക്കുക. ഉദ്ധരണി എന്ന വാക്ക് ഉദ്ധരണം എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിനാകട്ടെ വലിച്ചൂരിയെടുക്കൽ തുടങ്ങി ഉന്മൂലനം എന്നുവരെ അർത്ഥമുണ്ട്. ഉദ്ധരണം എന്നാൽ കടം വീട്ടിലെന്നും പറയാറുണ്ട്. കൊട്ടേഷന് നമ്മൾ ഉദ്ധരണി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അത് കോരിയെടുക്കുന്ന ഒരു സാധനം എന്നാണ് അതിൻ്റെ നിഘണ്ടുവിലുള്ള അർത്ഥം. നമ്മൾ പറയുന്ന സ്പൂണൊക്കെ ഉദ്ധരണിയാണ്. ഇവിടെ അതേക്കുറിച്ച് പറയുന്നതിന് ഒരു കാരണമുണ്ട്. പലപ്പോഴും പത്രത്തിൽ ഉദ്ധരണി ചേർത്ത വാക്കുകൾ കാണാറുണ്ട്. സിംഗിൾ കൊട്ടേഷനാണ് പലപ്പോഴും അവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് വായനക്കാർക്ക് അപരിചിതമായ ഏതെങ്കിലും വാക്കായിരിക്കും ഇതുപോലെ ഉദ്ധരണിക്കുള്ളിൽ കാണപ്പെടുന്നത്. ഒരു വാക്കിന് പുതിയ അർത്ഥം കൈവരുമ്പോൾ അത് സൂചിപ്പിക്കാനായിട്ടും ഉദ്ധരണി ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വായനക്കാർക്ക് മനസ്സിലാകണമല്ലോ. ഇത് പറയാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസമായി പത്രങ്ങളിൽ കാണുന്ന ഒരു വാക്കുണ്ട്, രക്ഷാപ്രവർത്തനം. പത്രത്തിൽ രക്ഷാപ്രവർത്തനം എന്ന് കാണുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളെ രക്ഷിക്കലാണോ അതോ വഴിയിലിട്ട് ശിക്ഷിക്കലാണോ എന്നതിനെക്കുറിച്ചൊരു സംശയം തോന്നിയേക്കാം. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള അർത്ഥമാകുമ്പോൾ ഒരു കൊട്ടേഷനിലിട്ട് ആ വാക്ക് എഴുതുന്നത്. രക്ഷാപ്രവർത്തനം എന്ന വാക്കിന് ഇന്നുള്ളത് രണ്ട് തരം അർത്ഥമാണെന്ന് പറഞ്ഞല്ലോ. രണ്ടും ഏതാണ്ട് വിപരീത രീതിയിലുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഇതുപോലെ സിംഗിൾ കൊട്ടേഷനിൽ ഇടാതെ തരമില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ED പിണറായിലെത്തി എന്ന ഒരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടപ്പോൾ അതിനോടൊപ്പം രക്ഷാപ്രവർത്തനം എന്ന് കണ്ടു. അവിടെ ഉദ്ധരണി ഒന്നുമില്ല. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ അർത്ഥം ഈ രീതിയിൽ മാറിയെന്ന് പത്രം പറയും പോലെ തോന്നുന്നു. എത്രത്തോളം ശരിയായ കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ അടിപൊളി എന്നൊരു വാക്ക് കണ്ടിരുന്നു. ഈ വാക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മലയാളത്തിൽ കടന്നു വന്ന ഒരെണ്ണമാണ്. ആദ്യമൊക്കെ ഉദ്ധരണിയുടെ അകമ്പടിയോടുകൂടിയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. സാധാരണ വാക്കായി മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് അതിന് ഉദ്ധരണിയുടെ ആവശ്യമേ വരുന്നില്ല. പക്ഷേ രക്ഷാപ്രവർത്തനം അങ്ങനെയാണോ എന്ന കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. പറഞ്ഞു വരുമ്പോൾ നിഘണ്ടു നോക്കുമ്പോൾ ഉദ്ധാരണം എന്ന വാക്കിന് മോക്ഷമെന്നും മോചനമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം എന്നിങ്ങനെ എഴുതുമ്പോൾ അതിനെ ഉദ്ധരണിയിൽ നിന്ന് മോചിപ്പിച്ചതായിരിക്കും എന്ന് നമ്മൾ കരുതേണ്ടി വരും. വാക്കിലൂടെ മാത്രമല്ല ശരീരഭാഷയിലൂടെയും സമ്മതിക്കുന്നവരാണ് നമ്മൾ. നമ്മളൊരു കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം 4 കാര്യം പറഞ്ഞിരിക്കും. ഒരുപക്ഷെ നമ്മുടെ നോട്ടം, നമ്മുടെ ചിരി, നമ്മുടെ നിൽപ്പ്, ഇരിപ്പ്, ഇതൊക്കെ ആംഗ്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരഭാഷയുടെ ഭാഗമായി വരുന്നതാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ വിപരീതാർത്ഥം ചിലപ്പോൾ സൂചിപ്പിച്ചെന്നിരിക്കും ഈ ശരീരഭാഷ. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആളുകൾ പറയുന്ന കാര്യത്തേക്കാൾ ഉപരി അവരുടെ ശരീരഭാഷ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചോദ്യത്തിന് മറുപടിയായി കേരള മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഈയിടെ വാർത്തയായത്. അത് ഒരു വീഡിയോയിൽ നിന്ന് കണ്ടെടുത്ത ഒരു നിമിഷമാണ്. ആ ചിത്രം, ആ മുഖഭാവം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അത് ഒരു പത്രത്തിലും വന്നിട്ട് പത്രം പറയുന്നത് ഈ മുഖഭാവത്തിന് ഒരു വാക്ക് നിർദ്ദേശിക്കാമോ എന്നാണ്. ഈ ചിത്രത്തോടൊപ്പം പൂക്കി എന്ന ഒരു ഹാഷ്ടാഗ് പ്രചാരത്തിൽ വന്നു. പൂക്കി എന്ന വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. 1962 ആദ്യമായിട്ട് ഇങ്ങനെ പ്രയോഗത്തിൽ വന്നതെന്നാണ് നിഘണ്ടു പറയുന്നത്. അതിന് മുമ്പുള്ള നിഘണ്ടുക്കളിലൊന്നും ഈ വാക്കില്ല. പ്രിയപ്പെട്ടവരെ വിശേഷിപ്പിക്കാനുള്ള ഒരു വാക്കാണത്രേ പൂക്കി. നമ്മൾ മലയാളത്തിൽ പൊന്നെ ചക്കര എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക്. ഓമനത്വമുള്ള എന്നാണ് ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മുഖഭാവത്തെ നിർവചിക്കാനുള്ള വാക്ക് ആ പത്രം കണ്ടെത്തും എന്ന് നമുക്ക് കരുതാം. ഒരുപക്ഷെ മലയാള ഭാഷയിലേക്ക് ഒരു പുതിയ വാക്കിൻ്റെ പൂകലായിരിക്കും, അല്ലെങ്കിൽ പൂക്കലായിരിക്കും. പൂകുക എന്നും പൂകൽ എന്നൊക്കെ പറയുന്നത് പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വാക്കിൻ്റെ പ്രവേശമാകാം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ചില ആളുകൾ എന്തൊരു പുകിലെന്നും ചോദിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇന്ധനവില കൂടുന്നത് ഏത് കാലത്തും വലിയ വാർത്തയാണ്. ഊർജത്തിൻ്റെ നിരക്ക് കൂടിയാലും ഇതുപോലെ വരാറുണ്ട്. ഈയിടെ വൈദ്യുതി ചാർജ് കൂട്ടിയേക്കുമെന്ന് ഒരു വാർത്ത വന്നപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് കെ ഷോക്ക് എന്നായിരുന്നു.
ഇരുണ്ട കാലം എന്നും ഒരു പത്രം എഴുതിയിരുന്നു. അത് ലോഡ് ഷെഡിംഗ് കൂടെ ചേർത്തുകൊണ്ട് എഴുതിയൊരു കാര്യമാണ്. അതിനിടയിലാണ് ഇന്ധനത്തിന് വില കൂടിയത്. ഇടിമിന്നലായി ഇന്ധന വില എന്ന് ഒരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു. 10 ദിവസത്തിൽ 3 തവണ വില കൂടി എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്രം എഴുതിയത് ഇഞ്ചിഞ്ചായി എന്നാണ്. അതായത് ഇഞ്ചിഞ്ചായി നമ്മളെ ഞെരുക്കുന്നു എന്നുള്ള മട്ടിൽ. 11ാം ദിവസമായപ്പോൾ വീണ്ടും വില കൂട്ടി, അതായത് 4ാമതും വില കൂട്ടി. അത് കണ്ട് ഒരു പത്രം എഴുതി എന്തൊരു സ്പീഡെന്ന്. കൊടിയേറ്റത്തിലെ ആ രംഗം വെറുതെ ഓർത്തു പോകുന്നു. തെരുവുനായ്ക്കളുടെ ശല്യം കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും കൂടി വന്ന ഒരു കാലമാണല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ച ഒരുപാട് ആളുകളുണ്ട്. സുപ്രീം കോടതി ഈയിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, തെരുവ് നായ്ക്കൾക്ക് വേണമെങ്കിൽ ദയാവധം ആയിക്കൂടെ എന്ന്. അത് പത്രങ്ങളിൽ പല രീതിയിൽ വന്നിരുന്നു. ദയാമരണവും ആകാമല്ലോ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. തെരുവ് നായ്ക്കൾക്ക് ദയാവധം എന്ന് ഒരു പത്രം എഴുതി. മറ്റൊരിടത്ത് കണ്ടത് തെരുവ് നായ്ക്കളെ കൊല്ലാം എന്നാണ്. എന്നാൽ ഇതിലൊക്കെ വ്യത്യസ്തമായി മറ്റൊരു പത്രത്തിൽ കണ്ടത് അക്രമി നായ്ക്കളെ കൊല്ലണം എന്നാണ്. അത് എഴുതിയിരിക്കുന്നത് അക്രമി എന്നൊരു വാക്ക്, അത് കഴിഞ്ഞ് നായ്ക്കളെ എന്നൊരു വാക്ക്, തൊട്ട് താഴെ കൊല്ലണം. വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഏതെങ്കിലും ഒരു അക്രമി വന്ന് നായ്ക്കളെ കൊല്ലണമെന്നാണ് പറയുന്നത്. അതല്ല, അക്രമി നായ്ക്കൾ എന്നുള്ള ഒറ്റ വാക്കാണെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അക്രമകാരികളായ നായ്ക്കളെ എന്ന് പറഞ്ഞാൽ അതാണ് മലയാളം. അക്രമി നായ്ക്കളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അക്രമി പോയി കൊല്ലണം എന്ന് പറയുന്നതിന് തുല്യമാണ്.